ഹലോ ഗൈസ്, വെൽക്കം ടു ദ ക്ലാസ്. സോ നമ്മൾ നോക്കുന്ന പാർട്ട് 3 ആണ് അല്ലേ. സോ നമ്മൾ ഇന്നലെ വരെ പഠിച്ചത് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം വരെ നമ്മൾ നോക്കിയുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, സോ എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം, അത് എത്ര ടൈപ്പ് ഉണ്ട് കാര്യം. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, അതേപോലെ തന്നെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒന്ന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, രണ്ടാമത്തെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഈ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹാർട്ടിൻ്റെ അകത്തുനിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അത് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ബോഡി സ്പേസിലേക്ക് പോകും. ഈ ഓപ്പൺ ബോഡി സ്പേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈനസസ് എന്ന് വിളിക്കുന്നത്. സോ ഈ നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് ബ്ലഡ് പമ്പ് ചെയ്തിട്ട് സൈനസിനകത്തേക്ക്, അതായത് ഓപ്പൺ ബോഡി സ്പേസിലേക്ക് പോയിട്ട് സെല്ലും ടിഷ്യൂസ് ഒക്കെ ഡയറക്റ്റ്ലി എന്താവും, പാത്താവും. അതായത് സെല്ലും ടിഷ്യൂ ഒക്കെ ഡയറക്റ്റ്ലി നമ്മുടെ ബ്ലഡിനകത്ത് കുളിക്കുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? സോ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഹാർട്ടിൻ്റെ അകത്ത് പമ്പ് ചെയ്തിട്ട് നമ്മളെ ഓപ്പൺ ബോഡി സ്പേസിലേക്ക് പോയിട്ട് അവിടെ സെല്ല് ടിഷ്യൂസിനൊക്കെ ബാത്ത് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, അത് കംപ്ലീറ്റ്ലി ഒരു നെറ്റ്വർക്കിന്റെ, ക്ലോസ് ആയ ഒരു നെറ്റ്വർക്കിന്റെ അകത്താണ് അത് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്കിന്റെ അകത്ത് കൂടെ. അപ്പൊ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതിലൂടെ ക്ലോസ് ആയൊരു നെറ്റ്വർക്കിന്റെ അകത്ത് കൂടെ, അതായത് നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അതായത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ആർട്ടറീസ്, വെയിൻസ്, ആർട്ടറീസിലാണ് നമ്മുടെ എന്ത് പോകുന്നത്, ബ്ലഡ് പോകുന്നുണ്ടാവുക. തിരിച്ചു വരുന്നത് വെയിൻസിലൂടെയാണ്. ആർട്ടറീസിനും വെയിൻസിനും കണക്ട് ചെയ്യുന്ന ആരാണ്, കാപ്പിലറീസ്. ഓക്കെ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത് ആർട്ടറീസിലൂടെ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത് വെയിനിലൂടെ. ആർട്ടറിനെയും വെയിൻസിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന കാപ്പിലറീസ്. സോ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡ് കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ആയ നെറ്റ്വർക്കിലൂടെയാണ്, അതായത് ക്ലോസ്ഡ് വെസൽസ്. ഓക്കെ, സോ ആർട്ടറീസിലും വെയിൻസിലൂടെ ഒക്കെ പോയിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റെഡി ആണോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. അടുത്തതാണ് ജേം ലെയർ അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയർ എന്ന് പറയുന്നത്. ജേം ലെയർ അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയർ. എന്താണ് ജേം ലെയർ അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയർ? നമുക്ക് അറിയാം, ഫീമെയിൽസിലുള്ളതാണ് എന്ത്, ഓവ. മെയിൽസിലുള്ള എന്താ, സ്പേം. ഈ ഓവയും സ്പേം കൂടെ ചേർന്ന് എന്ത് ഫോം ചെയ്യും, സൈഗോട്ട് വരും. ഈ സൈഗോട്ട് നമുക്ക് എന്ത് കിട്ടുന്നത്, എംബ്രിയോ കിട്ടും. സോ ഈ എംബ്രിയോ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ് എന്ത്, നമ്മുടെ ജേം ലെയേഴ്സ് അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയർ. ഓക്കെ, സോ റെഡി ആണോ? അതിൽ ഒന്നെങ്കിൽ 2 ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ 3 ലെയർ ആയിരിക്കും. ഓക്കെ, ഈ 2 ലെയറിൽ നമ്മൾ എന്ത് വിളിക്കും, ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. 3 ലെയറിലുള്ള ആൾക്ക് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലെയേഴ്സ് ഉണ്ടാവാം. എക്ടോഡേം എന്ന് പറഞ്ഞ ഔട്ടർ ലെയർ ഉണ്ടാവും. ഈ എക്ടോ എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ്. ഓക്കെ, ഡേം എന്ന് പറഞ്ഞാൽ എന്താ, ലെയർ എന്ന അർത്ഥം. അപ്പം ഔട്ട് സൈഡ്, പുറമുള്ള ലെയർ ആണ് എന്ത്, എക്ടോഡേം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയർ ആണ് ആര്, എൻഡോഡേം. ഓക്കെ, എൻഡോ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസൈഡ് എന്നാണ്. ഡേം എന്ന് പറഞ്ഞാൽ ലെയർ. അപ്പം ഉള്ളിലുള്ള ലെയർ ആണ് എന്ത്, എൻഡോഡേം. ഓക്കെ, സോ ഡിപ്ലോബ്ലാസ്റ്റിക്കിന് 2 ലെയേഴ്സ് ഉണ്ടാവാം. ഔട്ടർ ആയിട്ടുള്ള എക്ടോഡേമും ഇന്നർ ആയിട്ടുള്ള ഒരു എൻഡോഡേമും ഉണ്ടാവും. ഈ 2 ലെയറിന് ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ടാവും, ഒരു ജെല്ലി ലൈക്ക് ലെയർ. അതിനാണ് നമ്മൾ മീസോഗ്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, മീസോഗ്ലിയ. എൻഡോഡേമിന്റെയും എക്ടോഡേമിന്റെയും ഇടയിൽ കാണുന്ന ഒരു ലെയർ ആണ് എന്ത്, മീസോഗ്ലിയ. അതൊരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ഓക്കെ, അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ ആണ് ആര്, നമ്മുടെ മീസോഗ്ലിയ. ഓക്കെ, ക്ലിയർ ആണോ? സോ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 2 ലെയേഴ്സ് ആണുള്ളത്. ഒന്ന് എക്ടോഡേം, അത് ഔട്ട്സൈഡ് ലെയർ ആണ്. രണ്ടാമത്തെ എൻഡോഡേം, അത് ഇൻസൈഡ് ലെയർ ആണ്. പിന്നെ നമുക്ക് ഈ എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിൽ നമുക്ക് എന്ത് കാണാം, മീസോഗ്ലിയ കാണാം. ആ മീസോഗ്ലിയ എന്താ, ഒരു അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ ആണ്. ഓക്കെ, ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്ന സമയത്ത് അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 3 ലെയേഴ്സ് ഉണ്ട്, അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ലെയർ ആണ്. ഓക്കെ, സോ അതിൽ ഒന്നാമത്തെ ലെയർ എന്താ, എക്ടോഡേം എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്സൈഡ്. അതേപോലെ തന്നെ മീസോ എന്ന് പറഞ്ഞാൽ മിഡിൽ എന്നാണ്. ഓക്കെ, സോ മിഡിലുള്ള ലെയർ ആണ് എന്ത്, മീസോഡേം. ഓക്കെ, ഇനി അതേപോലെ ഉള്ളിലുള്ള ലെയർ ആണ് എന്ത്, എൻഡോഡേം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് ഇതിന്റെ ഫോട്ടോസ് ഒക്കെ നോക്കിയാലോ. ഇതിപ്പോ NCERT-യിലുള്ള ഇതാണ് ഫിഗർ. ഓക്കെ, ഇതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഇതിൽ നമുക്ക് ഈ ചുവപ്പ് കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് എന്ത്, നമ്മുടെ മീസോഗ്ലിയ, അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ.
ഇതിൽ പുറമെ കാണുന്ന ഈ ലെയറാണ് എന്ത്? നമ്മുടെ എക്ടോഡം. ഉള്ളിൽ കാണുന്ന ഈ ലെയറാണ് എന്ത്? എൻഡോഡം. ഉള്ളിൽ കാണുന്ന ലെയർ. ഓക്കെ, സോ ഇതാണ് എന്ത്? ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇതിൽ നമുക്ക് പുറമെ കാണുന്ന ലെയറാണ് എന്ത്? എക്ടോഡം. ഉള്ളിൽ കാണുന്ന ലെയറാണ് എന്ത്? എൻഡോഡം. ഇതിലില്ലാത്തൊരു സാധനം ഉണ്ട്, അതാണ് ഈ മിഡിൽ കാണുന്നത്, അതാണ് എന്ത്? മീസോഡം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? സീലോം. സീലോം എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി ക്യാവിറ്റി. ഈ സീലോം എവിടെ കാണുന്നത് അറിയോ? പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് എലിമെന്ററി കനാൽ. നമ്മുടെ സീലോം എന്ന് പറഞ്ഞാൽ എന്താ? ബോഡി ക്യാവിറ്റി ആണ്. അത് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ബോഡി വാളിന്റെയും എലിമെന്ററി കനാലിന്റെയും ഇടയിലാണ്. ഈ എലിമെന്ററി കനാലിന് വേറൊരു പേരും കൂടെ പറയും, ഗട്ട് വാൾ. ഓക്കെ, സോ നമുക്ക് എന്താ നോക്കിയാലോ. ഇതിപ്പോ നമ്മുടെ ഒരു ഹ്യൂമൻ ആണെന്ന് വിചാരിച്ചു. ഒരു ഹ്യൂമൻ, ഇത് ഹ്യൂമന്റെ എലിമെന്ററി കനാലാണെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇതൊരു എലിമെന്ററി കനാലാണ്. എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് വാൾ എന്ന് പറയാം. ഓക്കെ, എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് വാൾ. ഓക്കെ, ഇതാണ് എന്ത്? ബോഡി വാൾ. ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു സാധനമാണ് എന്ത്? നമ്മുടെ സീലോം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി. സീലോം. ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ എലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് വാൾ. ഇതാണ് എന്ത്? ബോഡി വാൾ. ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു സ്പേസ് ആണ് എന്ത്? സീലോം. ഈ സീലോത്തിനെ ലൈൻ ചെയ്തിട്ട് ആരുണ്ടാവും എന്നറിയോ? നമ്മുടെ മീസോഡേം ഉണ്ടാവും. ഓക്കെ, സോ നമ്മുടെ എലിമെന്ററി കനാലിനും അതേപോലെ തന്നെ നമ്മുടെ ഗട്ട് വാളിനെയും കവർ ചെയ്തിട്ട് ആരുണ്ടാവും? മീസോഡേം ഉണ്ടാവും. ഓക്കെ, സോ എലിമെന്ററി കനാലിനെ കവർ ചെയ്തിട്ടും ഗട്ട് വാളിനെ കവർ ചെയ്തിട്ടും ഒരു ലൈനിങ് ഉണ്ടാവും. ആ ലൈനിങ്ങിന്റെ പേരാണെന്ത്? മീസോഡേം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത്? എലിമെന്ററി കനാൽ. ഇതാണ് എന്ത്? ബോഡി വാൾ. ഇതാണ് സീലോം. ഈ സീലത്തിനെ കവർ ചെയ്തിട്ടുള്ള ലെയർ ആണ് എന്ത്? നമ്മുടെ, അല്ലെങ്കിൽ സീലത്തിനെ ലൈൻ ചെയ്യുന്ന ആരാ? മീസോഡേമൽ ടിഷ്യൂ. സോ അങ്ങനെ വരുന്ന ടിഷ്യൂ നമ്മൾ എന്ത് വിളിക്കും? ട്രൂ സീലോം. ഓക്കെ, ട്രൂ സീലോം അല്ലെങ്കിൽ സീലോമേറ്റ് എന്ന് പറയും. സോ ഇതാണ് എന്ത്? നമ്മുടെ ട്രൂ സീലോം അല്ലെങ്കിൽ സീലോമേറ്റ് എന്ന് പറയും. ഓക്കെ, ട്രൂ സീലോം ഓർ സീലോമേറ്റ്. ഓക്കെ, സോ ട്രൂ സീലോം അല്ലെങ്കിൽ സീലോമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡി ക്യാവിറ്റിന്റെയും എലിമെന്ററി കനാലിന്റെ ഇടയിൽ സീലോം ഉണ്ടാവും. ആ സീലോമിനെ ലൈൻ ചെയ്തിട്ട് ആരുണ്ടാവും? മീസോഡേമൽ ടിഷ്യൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? സ്യൂഡോസീലോം. സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് എന്നാണ് മീൻ. ഇവർക്കൊരു മീസോഡോം ഉണ്ടാവും. ഇവരും കാണുന്ന എവിടെയാ? നമ്മുടെ ബോഡി വാളിന്റെയും അതേപോലെ തന്നെ ഗട്ടിന്റെ ഇടയിൽ തന്നെയാണ്. പക്ഷെ ഇവർക്ക് എന്തുണ്ടാവില്ല? ഇവർക്ക് മീസോഡേമിന്റെ ലൈനിങ് ഉണ്ടാവത്തില്ല. പകരം എന്തുണ്ടാവും? മീസോഡേം സ്കാറ്റേഡ് ആയിട്ട് പൗച്ചസ് പോലെ ഉണ്ടാവാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഒരു ബോഡി വാള്. ഇതൊരു ഗട്ട് വാളാണ് വിചാരിച്ചു. ഓക്കെ, ഇതിന്റെ പുറത്ത് നമ്മുടെ മീസോഡേം ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു പൗച്ച് പോലെ സ്കാറ്റർ ആയിട്ട് കാണാം. ഓക്കെ, സോ ഇത് ബോഡി വോളാണ്. ഇത് ഗട്ടാണ് അല്ലെങ്കിൽ എലിമെന്ററി കനാൽ. ഇതാണ് എന്ത്? മീസോഡേം. അതൊരു പൗച്ച് പോലെ കാണുന്നത്. ഓക്കെ, എന്തുപോലെ കാണുന്ന? പൗച്ച് പോലെ. ഓക്കെ, സ്കാറ്റേഡ് ആയിട്ടുള്ള പൗച്ച് പോലെ ആയിരിക്കും മീസോഡേം കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്യൂഡോ സീലോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എ സീലോമേറ്റ് നോക്കാം. എ സീലോമേറ്റ്. ഇപ്പൊ നമുക്ക് സയൻസിൽ ഇപ്പൊ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു വേർഡ് മുന്നേ ആദ്യം എ ചേർക്കുകയാണെങ്കിൽ എന്താ പറയാ? അത് ആബ്സെന്റ് എന്നൊരു മീനിങ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ആരെ ആബ്സെന്റാ? സീലോം ആബ്സെന്റ് ആയിരിക്കും. സീലോം എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, സീലോം ഈസ് ആബ്സെന്റ്. സോ സീലോം എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് അതിന്റെ ഫിഗറും കാര്യമൊക്കെ നോക്കിയാലോ. ഇതാണ് നമ്മുടെ സീലോം ഉള്ളതാണ് ഇത്. ഓക്കെ, ഇത് നമ്മുടെ ബോഡി വാള്. ഇതിനുള്ളിലുള്ളതാണ് നമ്മളെ എലിമെന്ററി കനാല്. ഇതാണ് ബോഡി വാള്. അതേപോലെ തന്നെ ഇതാണ് നമുക്ക് ഉള്ളിലുള്ള ലെയർ, ഇന്നർ ഗട്ട് എന്ന് പറയുന്നത്. അതിന് രണ്ടും ഇതും കണ്ടു. ഇതാണ് എന്ത്? മീസോഡേം. ഈ മീസോഡേം നമ്മുടെ എലിമെന്ററി കനാലിനെയും അതേപോലെ തന്നെ ബോഡി വാളിനെയും ലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ ഇടയിൽ കാണുന്ന ഈ ഒരു ഏരിയ ആണ് എന്ത്? നമ്മുടെ സീലോം എന്ന് പറഞ്ഞാൽ. ഇനി സ്യൂഡോസീലോം നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇന്നർ വോളാണ് എലിമെന്ററി കനാലിന്റെ. ഓക്കെ, സോ അതിന്റെ ഇടയിൽ നമുക്ക് ആരെ കാണാം? സീലോം കാണാം. പക്ഷെ എന്താണ് ഇവിടെ? മീസോഡേം കംപ്ലീറ്റ്ലി ചുറ്റുന്നില്ല, ചെറിയൊരു സ്കാറ്റർഡ് ആയ പൗച്ച് പോലെയാണ്. ഓക്കെ, മീസോഡേം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ
അത് ലൈൻ ചെയ്തിട്ടില്ല, അത് സ്വന്തമായിട്ട് ഒരു പൗച്ചാണ് സീലോമിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എസ് സീലോമേറ്റ്. എസ് സീലോമേറ്റിന് എന്തില്ല, നമുക്ക് മീസോഡേമിന്റെ ലൈനിങ് ഒന്നുമില്ല. ഇത് ബോഡി വാള്, ഇത് ഉള്ളിലുള്ള സാധനം. ഇവിടെ നമുക്ക് മീസോഡേം കാണാൻ പറ്റും, ഒരു ലൈനിങ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ്ലി എന്താ ആബ്സെന്റ് ആണ്, നമ്മുടെ സീലോം ആബ്സെന്റ് ആണ്. ഓക്കെ, ഇവിടെ സീലോം ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ത്, സീലോം ഉള്ളൂ. ഇവിടെ സീലോം ഉണ്ടോ, സീലോം ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സെഗ്മെന്റേഷൻ. സെഗ്മെന്റേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫോൾസ് സെഗ്മെന്റേഷനും മറ്റേത് ട്രൂ സെഗ്മെന്റേഷൻ. നമ്മൾ ഈ ട്രൂ സെഗ്മെന്റേഷൻ നമ്മൾ വേറെ ഒരു പേര് പറയും, മെറ്റാമെറിസം എന്ന് പറയും. എന്താ പറയുക, മെറ്റാമെറിസം. ഓക്കെ, അപ്പം സെഗ്മെന്റേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫോൾസ് സെഗ്മെന്റേഷനും ഉണ്ട്, അതേപോലെ തന്നെ ട്രൂ സെഗ്മെന്റേഷനും ഉണ്ട്. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? നമ്മുടെ ഈ ട്രൂ സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ട്രൂ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി സെഗ്മെന്റ് ഉണ്ടാവും. എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി എന്തുണ്ടാവും, സെഗ്മെന്റ് ഉണ്ടാവും. ആർക്ക്, ട്രൂ സെഗ്മെന്റേഷൻ. അതേപോലെ തന്നെ അവർക്ക് ഓർഗൻസ് റിപ്പീറ്റേഷൻ ഉണ്ടാവും. റിപ്പീറ്റേഷൻ ഓഫ് ഓർഗൻസ്. നമ്മളെ ഹ്യൂമൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ റിപ്സ് ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഓക്കെ, ഇനി എന്താണ് ഫോൾസ് സെഗ്മെന്റേഷൻ? ഫോൾസ് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇന്റേണൽ സെഗ്മെന്റ് ആബ്സെന്റ് ആയിരിക്കും. ഇന്റേണൽ സെഗ്മെന്റ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, എന്താ ആബ്സെന്റ് ആയിരിക്കും, ഇന്റേണൽ സെഗ്മെന്റ് ആബ്സെന്റ് ആയിരിക്കും. ആർക്ക്, ഫോൾസ് സെഗ്മെന്റേഷൻ. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ ടേപ്പ് വേം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ആരെ പറയാം, എർത്ത് വേം പറയാം. ക്ലിയർ ആണോ? നോട്ടോകോഡ്. സോ എന്താണ് ഈ നോട്ടോകോഡ് എന്ന് അറിയാം. ഈ നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീസോഡേർമലി ഡിറൈവ്ഡ് ആയ ആൾക്കാരാണ്. മീസോഡേർമലി ഡിറൈവ്ഡ് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ. ഇപ്പം നമുക്ക് ഈ മീസോഡേം ഉണ്ടെങ്കിൽ, മീസോഡേം പ്രസന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ കോർ ഡാറ്റ. ഇനി ഇത് മീസോഡേം ഇല്ലെങ്കിലോ, ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, നോൺ കോർ ഡാറ്റ. ഓക്കെ, ക്ലിയർ ആണോ? റെഡി ആണോ? ഓക്കെ, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.